നമസ്കാരം. ആരാണ് ഒടിയൻ? എങ്ങനെയാണ് ഒടിവിദ്യ അല്ലെങ്കിൽ ഒടിയന്മാർ എന്നുള്ള ഒരു വിഭാഗം ചരിത്രത്തിൽ ഉണ്ടായത്? നമുക്ക് അന്വേഷണം തുടരാം. അതിനു മുമ്പ് സമയം തീരുകയാണ്. നിങ്ങളെല്ലാവരും സഹായിച്ചാൽ മാത്രമേ, ആത്മാർത്ഥമായി സഹായിച്ചാൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു, ഈ ചാനൽ അല്പമെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ. നമസ്കാരം. അപ്പോൾ എങ്ങനെയാണ് ഒടിയൻ? ഒടിയൻ ആരാണ്? ഒരു കാലഘട്ടത്തിൽ, പ്രാചീന കാലഘട്ടത്തിൽ പശ്ചിമേഷ്യ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദേശങ്ങൾ അടക്കി ഭരിച്ച ഒരു രാജാവായിരുന്നു ഒടിയൻ എന്നുള്ളത്. ഒഡിൻ എന്നുള്ള ഈ പേരിൽ നിന്നാണ് ഒടിയൻ എന്നുള്ള വാക്കുണ്ടാകുന്നത്. ഈ ഒടിയൻ അല്ലെങ്കിൽ ഈ ഒഡിൻ ഒരു മന്ത്രവാദിയായിരുന്നു എന്നാണ് സങ്കല്പിക്കപ്പെടുന്നത്. അയാൾക്ക് ഏത് മൃഗങ്ങളുടെ രൂപവും സ്വീകരിക്കാൻ കഴിയും. അതിന് നിമിഷം നേരം മതി. അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ നമ്മൾ ഒടിയനെക്കുറിച്ച് സങ്കല്പിക്കുന്നത്. മാത്രമല്ല, ഭൂമി മുഴുവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് അദ്ദേഹത്തിന് ചുറ്റുവരാൻ കഴിയുമായിരുന്നു അത്രേ. അതല്ല, അദ്ദേഹത്തിൻ്റെ മാന്ത്രിക സിദ്ധി കൊണ്ടാണ്. ഈ ഒടിയൻ എന്ന് പറഞ്ഞ രാജാവ് തൻ്റെ കാലഘട്ടത്തിൽ ഒരു ദേവനായി തന്നെ കണക്കാക്കപ്പെട്ടു. അദ്ദേഹത്തെ ആരാധിക്കപ്പെട്ടു. ഈ ആരാധനയിൽ നിന്നാണ് ഒടിയന്മാർ ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ ഈ ഒടിയന്മാർ ഉണ്ടാവുന്നത് എന്നുള്ള ചോദ്യമാണ് വരിക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിൽ ഉള്ള ഒരു ജനവിഭാഗവും ഇവിടെ ഉണ്ടായിരുന്നവരല്ല. ഇവിടെ ഉണ്ടായിരുന്നത് വെള്ളാളർ എന്ന് പറഞ്ഞ പേരുള്ള ഒരു വിഭാഗമായിരുന്നു. അവരിപ്പോൾ ഇവിടെ കേരളത്തിൽ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അവരിവിടെ ഇല്ല. ബാക്കി വന്നവരെല്ലാം കേരളത്തിന് പുറത്തു നിന്ന് വന്നവരാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ഒടിൻ്റെ ആരാധകരായിട്ടുള്ള ജനങ്ങളും ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. അതുകൊണ്ടാണ് ഇവിടെ ചില പ്രത്യേക ജനവിഭാഗങ്ങൾക്കിടയിൽ മാത്രം ഈ ഒടിയൻ എന്നുള്ള സങ്കല്പവും ഒടിയന്മാർ എന്നുള്ള ഒരു മാന്ത്രിക രീതിയും അല്ലെങ്കിൽ ഒരു പ്രത്യേക അനുഷ്ഠാന രീതിയും നിലനിൽക്കുന്നത്. വീണ്ടും പറയുന്നു, പശ്ചിമേഷ്യ ഭരിച്ചിരുന്ന ഒടിയൻ്റെ ആരാധകർ കേരളത്തിലെത്തുകയും അവർ പിന്നീട് ഒടിയന്മാരായി തീരുകയുമാണ് ഉണ്ടായത്. നമസ്കാരം.